ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. നമ്മുടെ മെയ് മാസത്തിൽ പല PSCയുടെ പല പരീക്ഷകളും നടക്കാൻ പോവുകയാണ്. ഇപ്പം നാളെ ASMൻ്റെ പരീക്ഷ, മെയ് 17-ാം തീയതി സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാം, മെയ് 24-ാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം. അങ്ങനെ പരീക്ഷകളുടെ ഒരു എന്താ പറയുക, ഓരോ ദിവസവും പരീക്ഷകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാംസ് എഴുതാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുടെ എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ പല എക്സാംസുകളും നടക്കുന്നൊരു സമയമായതുകൊണ്ട് നമ്മുടെ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മളിന്ന് മാത്സിൻ്റെ അടുത്ത സെഷനായ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന പോർഷൻസ് ഇനിയൊരു എക്സാമിന് അതിൽ നിന്ന് വരുന്ന ചോദ്യം നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മളിന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ സെഷൻ നല്ല രീതിയിൽ തന്നെ നോക്കിപ്പോകാം. അപ്പോൾ എന്താണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമുക്ക് എന്തിനെ റിലേറ്റ് ചെയ്തായിരിക്കും അല്ലേ? സ്പീഡ്, വേഗതയെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൽ പല ക്വസ്റ്റ്യൻസും വരുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു വേഗത? വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ഒരു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് എന്ത് പറയുന്നത്? വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നോക്കിപ്പോകാം. ഫസ്റ്റ് എന്താണ് സ്പീഡ്? സ്പീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു വസ്തു ഒരു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത്. ഇനി സ്പീഡിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഒന്നെങ്കിൽ എന്ത് പറയും? കിലോമീറ്റർ പെർ അവറിൽ പറയും, അല്ലെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ്സ്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വേഗതേനെ നിശ്ചയിക്കുന്നത് അല്ലേ? ഇപ്പം ചില കാര്യങ്ങൾ കിലോമീറ്റർ പെർ അവറിലുള്ളതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൊണ്ടുവരണം, ചിലത് മീറ്റർ പെർ സെക്കൻഡ്സിലുള്ളതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ യൂണിറ്റുകൾ എപ്പോഴും എന്തായിരിക്കണം? അത് എല്ലാം ഒന്നിലേക്ക് കോൺസ്റ്റന്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇഫ് എ കാർ ട്രാവൽസ് 23 kilometers in 1 hour. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മണിക്കൂറിൽ ഈ ഒരു കാറ് ട്രാവൽ ചെയ്യുന്ന ദൂരമാണ് 23 കിലോമീറ്റർ. അത് നമ്മളപ്പോൾ കാറിൻ്റെ വേഗത എങ്ങനെ പറയും? 23 km/h അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ആ കാറ് ട്രാവൽ ചെയ്യുന്ന ദൂരം എത്രയാണ്? 23 കിലോമീറ്റർ. അപ്പോൾ ആ കാറിൻ്റെ വേഗത ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? 23 km/h. ഇനി അടുത്തത് എന്താണ്? ഇഫ് ദ സ്പീഡ് ഈസ് 25 m/s, ഇറ്റ് മീൻസ് ദ ഒബ്ജക്ട് ട്രാവൽസ് 25 meters in 1 second അല്ലേ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ സ്പീഡ് 25 m/s. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്പീഡ് 25 m/s ആണെങ്കിൽ എന്താണ്? ഒരു സെക്കൻഡിൽ 25 മീറ്റർ എന്ത് ചെയ്യുന്നു? അത് ട്രാവൽ ചെയ്യുന്നു. അതാണല്ലോ അത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇത് നോക്കിയേ. വെഹിക്കിൾ ട്രാവൽസ് 28 kilometers in 2 hours. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദിസ് വെഹിക്കിൾ? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 28 കിലോമീറ്റർ ട്രാവൽ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണെങ്കിൽ അതിൻ്റെ വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 28/2 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 14. അപ്പോൾ 14 km/h ആണ് അതിൻ്റെ വേഗത. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണ്? നമുക്ക് സ്പീഡിൻ്റെ ജനറൽ ഫോമുല നോക്കാം. സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താക്കാം? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. ഇനി ടൈം എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ടൈം എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നിങ്ങൾ ആകെ ഓർക്കേണ്ടത് എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഏത് ക്വസ്റ്റ്യനും നമുക്ക് ഇതിൽ നിന്ന് സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി ഓർത്ത് വെച്ചോളൂ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. 15 m/s വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി 3 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇതാണല്ലോ ചോദ്യം. ഇവിടെ നമുക്ക് നോക്കാം. എന്താ ഇവിടെ തന്നിരിക്കുന്ന വേഗത? വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ്. സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ
ടൈം. ഓക്കെ, ഇനി എത്രയാണ് സ്പീഡ് തന്നിരിക്കുന്നത്? സ്പീഡ് നമുക്ക് എസ് വെച്ച് എഴുതാം. 15 മീറ്റർ പെർ സെക്കൻഡ്. 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സ്പീഡ് നോക്കിയാൽ 15 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 3 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്ന. അപ്പൊ ടൈം എത്രയാണ്? 3 hours ആണല്ലോ. ശരി, ഇനി നമുക്ക് തന്നിരിക്കുന്ന 1 അവറിലാണുള്ളത്, 1 മീറ്റർ പെർ സെക്കൻഡിലുള്ളത് അല്ലേ. 1 സെക്കൻഡ്സിലാണല്ലോ, 1 അവറിലാണ്. അപ്പം എന്തിലേക്ക് മാറ്റണം? ഹവറിലേക്ക് മാറ്റണം അല്ലേ. നമുക്കറിയാം 1 കിലോമീറ്റർ പെർ അവറിന് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ അല്ലേ. അതിനെ 1 അവറിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? 1 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാലോ 60 സെക്കൻഡ്. സോ 60 × 60 എത്രയാണ്? 10/36. അങ്ങനെ പറഞ്ഞാൽ എത്രയാണ്? 5/18. ഇത് ഓർത്ത് വെച്ചോളൂ. എന്താണ്? കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? 5/18. ഇപ്പം മനസ്സിലായോ എങ്ങനെയാണ് 5/18 കിട്ടുന്നതെന്ന്? സോ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ്സിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 18/5. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇപ്പം നമ്മൾ 15 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്സിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? കിലോമീറ്റർ പെർ അവറിലേക്ക്. സോ 18/5. പിന്നെ എത്ര മണിക്കൂർ? 3 മണിക്കൂർ. സോ 3. ഇപ്പം എത്രയാണ്? 18 × 9. 18 × 9 എത്രയാണ്? 9 × 8 72. 7 1 9 9 7 16. സോ 162 കിലോമീറ്റർ ആണ് 3 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം. അപ്പം അത് മനസ്സിലായല്ലോ, 162 കിലോമീറ്റർ. അപ്പം ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? 15 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി 3 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് ആൻസർ എന്താണ്? 162 കിലോമീറ്റർ. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ നോക്കിയേ, മാരുതി കാറിന്റെ വേഗത മണിക്കൂറിൽ 54 കിലോമീറ്റർ ആണ്. മീറ്റർ പെർ സെക്കൻഡിൽ എത്ര വേഗതയുണ്ട്? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മാരുതി കാറിന്റെ വേഗത. വേഗത എന്ന് പറഞ്ഞാൽ സ്പീഡ്. സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 54 കിലോമീറ്റർ പെർ അവർ ആണല്ലോ. ഇനി ഇതിന് എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് മാറ്റണം. സോ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 5/18 അല്ലേ. 18 3 എത്രയാണ്? 54. സോ 15 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 15 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു മാരുതി കാറിൻ്റെ വേഗത. സോ ഒരു സെക്കൻഡിൽ 15 മീറ്റർ ആണ് അത് കവർ ചെയ്യുന്ന ദൂരം. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രെയിൻ മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു. ഒരു ട്രെയിൻ മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു. 6 സെക്കൻഡിനുള്ളിൽ അത് എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ് സ്പീഡ്? ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 45 കിലോമീറ്റർ പെർ അവർ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 6 സെക്കൻഡിനുള്ളിൽ അത് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? നമ്മൾ ഈ 45 കിലോമീറ്റർ പെർ അവറിന് എത്രയിലേക്ക് ആക്കണം? മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കണം. സോ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ? 45 ഇൻറ്റു 5/18 ഇൻറ്റു എത്രയാണ്? 6 സെക്കൻഡ് അല്ലേ. 15 ഇൻറ്റു 5 75 മീറ്റർ. 6 സെക്കൻഡിൽ 75 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ആ ട്രെയിൻ കവർ ചെയ്യുന്ന ദൂരം. മനസ്സിലായല്ലോ. നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ 2 കാര്യങ്ങളാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഓർക്കേണ്ടത്. ഒന്ന്, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. രണ്ടാമത്തത്
നമ്മൾ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കാൻ വേണ്ടി എന്തുകൊണ്ട് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ്സിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സ്പീഡിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. തിരികെ മണിക്കൂറിൽ 16 കിലോമീറ്റർ വേഗതയിൽ നടന്നു. തിരികെ മണിക്കൂറിൽ 16 കിലോമീറ്റർ വേഗതയിൽ നടന്നു. അയാളുടെ ശരാശരി വേഗത എത്ര? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഫോർവേഡാണ്, ഒന്ന് ബാക്ക്വേർഡാണ്. ഇപ്പം 2 സ്പീഡാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ശരാശരി വേഗത കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താണ്? സ്പീഡിൻ്റെ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഈക്വൽ ടു into S1 S2 divided by S1 plus S2. ഈ S1 S2 എന്താണ്? S1 എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡും S2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്പീഡുമാണ്. അപ്പോൾ ഇവിടെ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം S1 എത്രയാണ്? S1 എന്ന് പറയുന്നത് 4 കിലോമീറ്റർ പെർ അവർ. S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16 കിലോമീറ്റർ പെർ അവർ ആണല്ലോ. ഇനി നമുക്കത് അതിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 × 4 × 16 ഡിവൈഡ് ബൈ 4 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 × 4 × 16 ഡിവൈഡഡ് ബൈ 20 ആണല്ലോ. 16 4 എത്രയാണ്? 64 അല്ലേ? 16 × 4 6 4 24 4 ഒരു 4 4 2 6. സോ 64/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.4. 6.4 എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? വേഗതയാണ്. സോ എന്താണ്? കിലോമീറ്റർ പെർ അവർ. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ 5/18 കൊണ്ടോ അല്ലെങ്കിൽ 18/5 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യാത്തത്? കാരണം ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം എന്താണ്? സ്പീഡാണ്. സ്പീഡിൻ്റെ യൂണിറ്റ് ഇവിടെ തന്നിരിക്കുന്നതും കോൺസ്റ്റന്റ് ആണ്. കാരണം ഒന്ന് ഫോർവേഡ് ആണെങ്കിലും കിലോമീറ്റർ പെർ അവർ ആണ്, ബാക്ക്വേർഡിലും തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ് അല്ലേ? എങ്ങനെയാണ്? ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് മണിക്കൂറിൽ 4 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചത്. അവിടെ 4 കിലോമീറ്റർ പെർ അവർ. ഇനി തിരിച്ചോ? 16 കിലോമീറ്റർ പെർ അവർ. അതുകൊണ്ട് നമ്മൾ യൂണിറ്റിൽ ഒരു വേരിയേഷനും ചെയ്യണ്ട. അപ്പം ഓർത്ത് വെച്ചോളൂ, ആവറേജ് സ്പീഡ് എന്താണ്? 2AB ഡിവൈഡ് ബൈ A + B. ഇതെന്തുകൊണ്ടാണ്? ഇവിടെ 2 സ്പീഡാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഉണ്ടെങ്കിലോ നമ്മൾ അതെന്താക്കും? 3ABC ഡിവൈഡഡ് ബൈ AB + AC + BC. ആ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്തത് ഇതാ. തൻ്റെ യാത്രയുടെ 1/3 ഭാഗം മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും അടുത്ത 1/3 ഭാഗം മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിലും അവസാന ഭാഗം മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്ന ഒരാൾക്ക് അയാളുടെ യാത്രയുടെ ശരാശരി വേഗത എത്രയാണ്? ഇവിടെ എന്താണ്? 3 സ്പീഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ശരാശരി വേഗത കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? 3ABC അല്ലെങ്കിൽ 3S1 S2 S3 ഡിവൈഡഡ് ബൈ S1 S2 പ്ലസ് S1 S3 പ്ലസ് S2 S3 എന്ന ഇക്വേഷനാണ് നിങ്ങൾ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡിന് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇപ്പം 2 സ്പീഡ് തന്നിട്ടാണെങ്കിൽ എന്ത് പറയണം? 2AB ഡിവൈഡ് ബൈ A + B. 3 ആണെങ്കിൽ 3ABC ഡിവൈഡ് ബൈ AB + AC + BC. ആ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ഇവിടെ എത്ര സ്പീഡുണ്ട്? S1 എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ. S2 എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ. S3 എന്ന് പറയുന്നത് 10 കിലോമീറ്റർ പെർ അവർ ആണല്ലോ.
തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, താൻ എന്താണ് തൻ്റെ യാത്രയുടെ 1/3 ഭാഗം, 1/3 എന്ന് പറയുമ്പോൾ 1/3, അടുത്ത 1/3, അടുത്ത 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? അപ്പം നമുക്ക് 3 എന്ത് കിട്ടി? സ്പീഡ് കിട്ടി. ഇനി എന്ത് കാണണം? ആവറേജ് സ്പീഡ് കാണണം അല്ലേ? ആവറേജ് സ്പീഡ് എന്താണ്? 3s1 s2 s3 ഡിവൈഡഡ് ബൈ s1 s2 ഇൻറ്റു s1 s2 പ്ലസ് s2 s3 പ്ലസ് s1 s3. നമ്മൾ ഇതിൽ ഇക്വേഷൻ പുട്ട് ചെയ്യാം. 3 ഇൻറ്റു 60 ഇൻറ്റു 30 ഇൻറ്റു 10 ഡിവൈഡ് ബൈ, നോക്കിക്കോ, s1 ഇൻറ്റു s2, s1 ഇൻറ്റു s2 60 ഇൻറ്റു 30 1800 പ്ലസ് s2 s3 30 ഇൻറ്റു 10 300 പ്ലസ് പിന്നെയോ s1 ഇൻറ്റു s3 60 ഇൻറ്റു 10 എത്രയാണ്? 600 ആണല്ലോ. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഷോർട്ട് കട്ടിൽ ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം, വലുതാക്കൊന്നും വേണ്ട. ഇനി ഇത് നോക്കിയേ, 18ഉം 3ഉം 21ഉം 6ഉം 27 2700. സോ എത്ര കിട്ടി? 20 km/h ആണ് എന്ത് വരുന്നത്? ആവറേജ് സ്പീഡ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്ക് 20 km/h കിട്ടിയതെന്ന്. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. ഓക്കെ, ഇവിടെ എന്താണ്? നമുക്ക് സ്പീഡുകൾ അറിയാം. s1 എത്രയായിരുന്നു? 60 km/h. s2 എത്രയായിരുന്നു? s2 30 km/h. s3 എത്രയാണ്? 10 km/h. ഓക്കെ, ഇനി എന്താ നമുക്ക് ആവറേജ് സ്പീഡ്? അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? 3s1 s2 s3 ഡിവൈഡ് ബൈ s1 s2 പ്ലസ് s1 s3 പ്ലസ് s2 s3 ആണല്ലോ. ഇനി അത് പുട്ട് ചെയ്യാം. 3 ഇൻറ്റു 60 ഇൻറ്റു 30 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 30 പ്ലസ് 60 ഇൻറ്റു 10 പ്ലസ് 30 ഇൻറ്റു 10 എത്രയാണിത്? 3 ഇൻറ്റു 60 ഇൻറ്റു 30 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ഇതെത്രയാണ്? 1800 600 300 ആണല്ലോ. അതെത്രയാണ്? 3 ഇൻറ്റു 60 ഇൻറ്റു 30 ഇൻറ്റു 10 ഡിവൈഡ് ബൈ എത്രയാണ്? 18 6 24 3 27 2700. സോ 20 km/h ആണ് എന്ത്? ഇത് ഇയാളുടെ ശരാശരി വേഗത. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം പുതിയ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇതൊരു വാല്യുബിൾ ആയിരിക്കും. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു തീവണ്ടി 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം 15 സെക്കൻഡ് കൊണ്ട് മറികടക്കുകയും ഒരു ടെലിഫോൺ പോസ്റ്റ് 10 സെക്കൻഡ് കൊണ്ട് മറികടക്കുകയും ചെയ്യുന്നു എങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളോടൊരു പ്ലാറ്റ്ഫോം പറയുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേ സമയത്ത് എന്ത് ചെയ്യണം? ടെലിഫോൺ പോസ്റ്റിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. ഒരാൾ നേരെ നിൽക്കുകയാണ്,
അപ്പോൾ അയാളെ പാസ് ചെയ്തൊരു ട്രെയിൻ പോവുകയാണെങ്കിൽ അയാളുടെ നീളം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പോസ്റ്റിൻ്റെത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് എന്താണ് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം മറികടക്കാൻ എത്ര സമയം എടുക്കുന്നത്? 15 സെക്കൻഡ്. അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളമാണ്. ഓക്കെ, അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളമാണ്. അതാണ് നമുക്ക് എന്ത് പറയാം, ഇത് S1 എന്ന് പറയും. ഇനി S2 എന്താണ്? നമുക്ക് ട്രെയിനിൻ്റെ നീളം അറിയില്ല. അതെന്തിനാണ് ക്രോസ് ചെയ്യുന്നത്? പോസ്റ്റിന് 10 സെക്കൻഡ്. ഇപ്പം എന്താണ്? സോ S1 ഈക്വൽ ടു S2 ആണല്ലോ. കാരണം എന്താണ്, ഇവിടെ ട്രെയിനിൻ്റെ നീളം സെയിം ആയതുകൊണ്ട് ട്രെയിനിൻ്റെ സ്പീഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ S1 ഈക്വൽ ടു S2. സോ 200 m പ്ലസ് ഡി ഡിവൈഡ് ബൈ 15 ഈക്വൽ ടു എന്താണ്? D/10 ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് നമുക്കിവിടെ ചെയ്യാം. എന്ത്? ഓക്കെ, ഇപ്പോൾ 400 m പ്ലസ് 2d ഈക്വൽ ടു 3d ആണല്ലോ. ദെർഫോർ 3d നിന്ന് 2d കുറച്ചാൽ എത്രയാണ്? d ഈക്വൽ ടു എന്താണ്? 400. സോ നമുക്ക് കിട്ടി എന്ത്? ട്രെയിനിൻ്റെ നീളം കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി പറയണം, നമുക്കൊന്നുകൂടി പറയാം. ഓക്കെ, ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഒരു തീവണ്ടി 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം 15 സെക്കൻഡ് കൊണ്ട് മറികടക്കുകയും ഒരു ടെലിഫോൺ പോസ്റ്റ് 10 സെക്കൻഡ് കൊണ്ട് മറികടക്കുകയും ചെയ്യുന്നു. ട്രെയിനിൻ്റെ നീളം എന്ത്? അപ്പോൾ ഇവിടെ എന്താണ് നമുക്കറിയാം, രണ്ട് സ്ഥലത്തും പാസ് ചെയ്യുന്നത് ആരാണ്? തീവണ്ടിയാണ്. അപ്പോൾ തീവണ്ടിയുടെ സ്പീഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, നമുക്ക് സ്പീഡിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി S1 അതായത് പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സ്പീഡ് എങ്ങനെയാണ്? അപ്പോൾ എന്താണ്? അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഡിസ്റ്റൻസും ആഡ് ചെയ്യണം, കൂടാതെ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും ആഡ് ചെയ്യണം. അത് മറികടക്കാൻ എടുക്കുന്ന സമയത്തിനാണ് 15 സെക്കൻഡ്. ഇനി S2 എത്രയാണ്? അവിടെ നമ്മൾ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ കൺസിഡർ ചെയ്യൂ, പോസ്റ്റിൻ്റെത് ഒഴിവാക്കും. അത് 10 സെക്കൻഡ്സ്. ഇങ്ങനെയാണല്ലോ ഉള്ളത്. സോ നമുക്ക് എന്താക്കാം? S1 ഈക്വൽ ടു എന്താണ്? S2. കാരണം രണ്ടിലും ട്രെയിനാണ്, ട്രെയിനിൻ്റെ സ്പീഡ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ എന്താണ്? 200 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു എന്താണ്? D ഡിവൈഡ് ബൈ 10. കാരണം 15-ൽ 5 3 പ്രാവശ്യം, 10-ൽ 5 2 പ്രാവശ്യം ആണല്ലോ. 2 ഇൻറ്റു 200 പ്ലസ് ഡി ഈക്വൽ ടു എന്താണ്? 3d. ഓക്കെ, 400 പ്ലസ് 2d ഈക്വൽ ടു എന്താണ്? 3d. ഇനി ഈ 2d റൈറ്റിലേക്ക് പോയാൽ എത്രയായി? d. സോ d എന്ന് പറയുന്നത് എന്താണ്? 400 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തിൻ്റെ നീളം കിട്ടി? ട്രെയിനിൻ്റെ നീളം കിട്ടി. പിന്നെ അടുത്ത നോക്കാം. ഓക്കെ, 540 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു. 150 മീറ്റർ നീളമുള്ള ഒരു തുരങ്കം എത്ര സമയത്തിനുള്ളിൽ കടന്നു പോകും? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 540 മീറ്റർ. ഇനി ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 54 കിലോമീറ്റർ പെർ അവർ ആണല്ലോ. ഇനി തുരങ്കത്തിൻ്റെ നീളം അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം? അത് 180 മീറ്റർ
ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇപ്പം ടൈം ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണേ. ഇനി നമുക്ക് ഡിസ്റ്റൻസിൽ ഇവിടെ നമ്മൾ തുരങ്കത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടി കൂട്ടണം. അപ്പോൾ എത്രയാണ്? 540 പ്ലസ് 180. ഇനി ഇതെന്താണ്? മീറ്ററിലാണ് ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് എങ്ങനെയാണ്? 54 km/h. അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ/സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 54 ഇൻറ്റു എന്ത് വരും? നമ്മൾ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് ചെയ്യണം? 5/18. 18 3 54. സോ 540 എത്രയാണ്? 720 ഡിവൈഡഡ് ബൈ 15 അല്ലേ? നമുക്ക് നോക്കാം. 720നെ 15 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 15 4 60 120 എത്രയാണ്? 8. സോ 48 സെക്കൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യും? ആ തുരങ്കത്തിലൂടെ ആ ട്രെയിന് പാസ് ചെയ്ത് പോകും. അപ്പോൾ ആ 180 മീറ്റർ നീളമുള്ള ഒരു തുരങ്കം എത്ര സമയത്തിനുള്ളിൽ കടന്നു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 48 സെക്കൻഡ്സ്. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ്? 540 മീറ്റർ എന്താണ്? ട്രെയിനിൻ്റെ നീളം. തുരങ്കത്തിൻ്റെ നീളം എത്രയാണ്? 180. അത് തമ്മിൽ കൂട്ടുക. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 720 എന്താണ് കിട്ടിയിരിക്കുന്നത്? മീറ്റർ. ഇനി നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 54 km/h. സോ 54 km/h നമ്മൾ മീറ്റർ/സെക്കൻഡ്സിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 54 ഇൻറ്റു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പം എന്തായി? മീറ്ററിലും മീറ്റർ/സെക്കൻഡ്സിലും ആയി. സോ നമുക്ക് എന്തായി? 720/15 എന്ന് പറയുന്നത് 48 ആണ്. 48 എത്രയാണ്? 48 സെക്കൻഡ്സ് ആണ് ആ ഒരു തുരങ്കം പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. 140 മീറ്ററും 160 മീറ്ററും നീളമുള്ള 2 ട്രെയിനുകൾ സമാന്തര ട്രാക്കുകളിലൂടെ എതിർദിശയിൽ യഥാക്രമം 60 കിലോമീറ്ററും 30 കിലോമീറ്ററും വേഗതയിൽ ഓടുന്നു. അവ പരസ്പരം മുറിച്ചു കടക്കാൻ എടുക്കുന്ന സമയം. ഇവിടെ നമുക്കറിയാം എന്താണ്? 2 ട്രെയിനുകളുണ്ട്. ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് 140 മീറ്റർ, അടുത്തതിൻ്റെതോ 160 മീറ്റർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പീഡ് നമുക്ക് S1 S2 വെച്ചിട്ട് മെൻഷൻ ചെയ്യാം. S1 60 km/h, S2 30 km/h ആണല്ലോ. അവ പരസ്പരം മുറിച്ചു കടക്കാൻ എടുക്കുന്ന സമയം. ഇവിടെ എന്ത് ചെയ്യണം? ട്രെയിനിൻ്റെ നീളങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ പരസ്പരം ക്രോസ് ചെയ്താണല്ലോ പോകുന്നത് അല്ലേ? എതിർവശയല്ലേ? അപ്പോൾ എതിർവശമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്പീഡുകൾ തമ്മിൽ കൂട്ടുക. എതിർവശം ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ സ്പീഡുകൾ തമ്മിൽ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുക. ഇനി സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിലോ അവിടെ സ്പീഡുകളുടെ ഡിഫറൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. സ്പീഡുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ സമാന്തര പാതയിലൂടെ പോകുന്ന രണ്ടും ഒരേ ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ സ്പീഡിൻ്റെ ഡിഫറൻസ് എടുക്കണം. എതിർദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്പീഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ. അപ്പം നമുക്കിവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സമയമാണല്ലോ. സമയം T ഈക്വൽ ടു എന്ത് വരും? ഡിസ്റ്റൻസ് D1 പ്ലസ് D2 ഡിവൈഡ് ബൈ എന്ത് വരും? ഇവിടെ എതിർദിശയിൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ S1 പ്ലസ് S2. ഇപ്പം നോക്കിയേ, ഇവിടെ ഇത് എന്തിലാണുള്ളത്? മീറ്ററിലാണുള്ളത്. സ്പീഡോ km/h ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? km/h മീറ്റർ/സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റൻസ് ആയ മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 140 പ്ലസ് 160 ഡിവൈഡഡ് ബൈ 60 30 എത്രയാണ്? 60 30 90 ഇൻറ്റു എന്ത് വരും?
5/18 ആണല്ലോ. 140 160 കൂട്ടിയാൽ എത്രയാണ്? 300. ഈ ബൈ 18 എന്താവും? ഇൻറ്റു 18 ആവും. സെക്കൻഡ്സ്. ആൻസർ എന്താണ്? അവ പരസ്പരം മുറിച്ചു കിടക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 12 സെക്കൻഡ്സ്. ഇവിടെ എതിർ ദിശയിൽ നിന്നും മെൻഷൻ ചെയ്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്പീഡുകൾ തമ്മിൽ ആഡ് ചെയ്തത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡിൻ്റെ ഡിഫറൻസ്, രണ്ട് സ്പീഡുകളുടെയും ഡിഫറൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. മറക്കരുത്. അടുത്തത്, മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിനെ സമാന്തര പാതയിലൂടെ അതേ ദിശയിൽ 40 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 80 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിനെ മറികടക്കുന്നു. വേഗത കൂടിയ ട്രെയിൻ വേഗത കുറഞ്ഞ ട്രെയിനിനെ പൂർണ്ണമായും മറികടക്കാൻ എത്ര സമയമെടുക്കും? ഇവിടെ ഏതാണ്? സെയിം ഡയറക്ഷൻ ആണ്, ഒരേ ദിശയിലേക്കാണ് ട്രെയിനുകൾ മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ സ്പീഡുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഇവിടുത്തെ ആദ്യത്തെ ട്രെയിനിൻ്റെ സ്പീഡാണ് തന്നിരിക്കുന്നത്. എന്ത്? അതായത് S1 25 കിലോമീറ്റർ പെർ അവർ. ആ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 120 മീറ്റർ. സമാന്തര പാതയിലൂടെ അതേ ദിശയിൽ 40 കിലോമീറ്റർ വേഗതയിൽ. സോ S2ൻ്റെ സ്പീഡ് എത്രയാണ്? 40 കിലോമീറ്റർ പെർ അവർ. അവിടെ നമ്മുടെ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ. ഓക്കെ, നമുക്കറിയാം ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയും ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് കൂട്ടണം. 120ഉം 80ഉം എത്രയാണ്? 200. നമ്മളതെന്താ ചെയ്തിരിക്കുന്നത്? D1 + D2 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ. ഇനി SO ഇത് തമ്മിലുള്ള എന്ത് ചെയ്യണം? ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. 40 ന്ന് 25 കുറച്ചാൽ എത്രയാണ്? 15 കിലോമീറ്റർ പെർ അവർ. സോ 15 കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ്സിലേക്കാക്കാൻ 5/18. ഇവിടെ എന്താണ് നമ്മൾ തന്നത്? S2 - S1 ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? 200 × 18 ഡിവൈഡ് ബൈ 15 × 5 ആണല്ലോ. നമുക്കറിയാം എന്താണ്? 100ൽ 5 എത്ര പ്രാവശ്യം? 20. 20ഉം 15ഉം. ഇത് 4 5 20. ഇതോ 3 5 15. 6 4 2 8 8 6ഉം 6 8 48 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പീഡ് കൂടിയ ട്രെയിൻ സ്പീഡ് കുറഞ്ഞ ട്രെയിനിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 48 സെക്കൻഡ്സ് ആണ്. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ട്രെയിനുകളുടെ നീളം ആഡ് ചെയ്തു, അതുപോലെ സ്പീഡുകളുടെ ഡിഫറൻസ് എടുത്തു. അതിനെന്ത് ചെയ്തു? യൂണിറ്റ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ്സിലേക്കാക്കി. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡ്സിലേക്കാക്കി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി അല്ലേ? എത്ര സെക്കൻഡ്സ്? 48 സെക്കൻഡ്സ്. അടുത്തത്, ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിച്ച് 11 മിനിറ്റ് വൈകി എത്തുന്നു. അയാൾ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 5 മിനിറ്റ് മുമ്പ് എത്തിയാൽ അയാൾ എത്ര ദൂരം സഞ്ചരിക്കണം? ഇവിടെ എന്താണ്? 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ എന്ത് കിട്ടി? 11 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തി. ഇനിയോ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാലോ അയാൾ 5 മിനിറ്റ് നേരത്തെ അവിടെ എത്തും അല്ലേ? ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനും ജനറൽ ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ ഓർത്തോളൂ. S1 S2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്യുക? S2 - S1 × ഇവിടെ എന്താണ്? ഒന്ന് വൈകിയാണ് എത്തിയത്, ഒന്ന് നേരത്തെ എത്തി. അപ്പം എന്ത് ചെയ്യണം? അത് തമ്മിൽ ആഡ് ചെയ്യണം. അവിടെ കാരണം ഒന്ന് വൈകി ഒന്ന് നേരത്തെ. സോ അവിടെ എന്താണ്? അഡീഷനാണ് ഇതാക്കേണ്ടത്.
അതായത് എന്താണ് 5 മൈനസ് മൈനസ് 11. അപ്പം എന്തായി 5 പ്ലസ് 11 അതാണ് 16 മിനിറ്റ്. അത് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ S1 S2. അപ്പോൾ ഇവിടെ ഒന്ന് എത്രയാണ് 40, അടുത്തതോ 50. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 10 ഇൻറ്റു ടൈം ഡിഫറൻസോ 5 മൈനസ് മൈനസ് 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ എന്ത് വരും 60. ഇരഞ്ച് 10, 10ഉം 16ഉം 160 ഡിവൈഡഡ് ബൈ 3 എന്താണ് കിലോമീറ്റർ. സോ 160/3 ആണ് അയാൾ സഞ്ചരിക്കേണ്ട ദൂരം. അത് വേണം നമുക്ക് പോയിന്റിൽ എഴുതാം. എങ്ങനെ? ഒന്നെങ്കിൽ നമുക്ക് 53 കിലോമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിലോ 53.333 കിലോമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതും PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാവിലെ 5 മണിക്ക് യാത്ര ആരംഭിച്ച് പകുതി ദൂരം മണിക്കൂറിൽ 15 കിലോമീറ്ററും ബാക്കി പകുതി ദൂരം മണിക്കൂറിൽ 25 കിലോമീറ്ററും വേഗതയിൽ സഞ്ചരിച്ചാൽ വിജയ് തൻ്റെ വീടും ഓഫീസും തമ്മിലുള്ള ദൂരം 150 കിലോമീറ്റർ ആണെന്ന് അനുമാനിക്കുകയാണെങ്കിൽ എത്ര മണിക്കാണ് ഓഫീസിൽ എത്തുക? ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നു, എന്താണ് 150 കിലോമീറ്റർ. സോ ഡിസ്റ്റൻസ് 150 കിലോമീറ്റർ. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു, എന്താണ് പകുതി ദൂരം. അപ്പം 150ന്റെ പകുതി എത്രയാണ് 75. അപ്പം ഇത് D1 എന്ന് പറയുന്ന ഡിസ്റ്റൻസും D2 75 കിലോമീറ്റർ. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് എന്താണ് 15 km/h. അവിടെ S1 15 km/h. ഇനിയോ അടുത്ത പകുതി എന്താണ് 25 km/h. km/h ആണല്ലോ. സഞ്ചരിച്ചാൽ വിജയ് തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കാണ് ഓഫീസിലെത്തുക? സ്റ്റാർട്ടിങ് ടൈം എത്രയാണ് 5 5 മണി, രാവിലെ 5 മണിയാണ്, 5 AM. അപ്പം നമുക്ക് ഇവിടെ എന്താണ് T1 കിട്ടും. എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. അപ്പം 75/15. കിലോമീറ്ററും 15 km/h. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 75/15 5 hour. ഇനി ഇവിടെയോ T2 75 km ഡിവൈഡ് ബൈ 25 km/h. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 75/25 3 hour. സോ 8 മണി ടോട്ടൽ എത്രയായി 5 + 3 5 hour plus 3 hour. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 8 hour ആണല്ലോ. നമുക്ക് T1 ഉം T2 ഉം കിട്ടി. അപ്പോൾ രാവിലെ 5 5ഉം 8ഉം എത്രയാണ് 13. സോ ഉച്ചയ്ക്ക് 5 രാവിലെ 5 മണിക്ക് തുടങ്ങി 5ൻ്റെ കൂടെ 8 കൂട്ടിയാൽ എത്രയാണ് 1 PM. ഉച്ചയ്ക്ക് 1 മണിക്കാണ് എന്ത് ചെയ്യുക അയാൾ ഓഫീസിൽ എത്തുക. അപ്പം അത് മനസ്സിലായല്ലോ. അപ്പം ഇനി നമ്മൾ പലതരത്തിലുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സെഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെഷൻസിൻ്റെ എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മിൻറ്റ് എഡ്യൂടെക്കിൻ്റെ QR കോഡ് യൂസ് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മിൻറ്റ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനൽ യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ യൂസ് ചെയ്യാം. ഏതിലും നമ്മൾ എന്ത് ചെയ്യുന്ന സെക്ഷൻ വൈസ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.